ഇതിനൊക്കെ ഇടയിലും ഈ ഒരു ഭരണത്തിൻ്റെ ദൗർഭാഗ്യകരമായി പറയുന്നത് ഗവൺമെൻറ്റിനെ നയിക്കുന്ന മുഖ്യമന്ത്രി കോർണർ ചെയ്യപ്പെടുന്നു. മതിയായ സംരക്ഷണം, പിന്തുണ സ്വന്തം പാർട്ടിയിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നില്ല. ഒരുപക്ഷെ ഭരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഘാതം അതാണെന്ന് മാണി സാറിനെ പോലെ ഈ മന്ത്രിസഭയിൽ ഘടകകക്ഷി നേതാവായിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നു. മാണി സാർ ആ പ്രതിസന്ധി കാണുന്നില്ലേ? ഒരു പ്രതിസന്ധി ഒന്നും ഞാൻ കാണുന്നില്ല. ഈ UDF സംവിധാനം കൊണ്ട് മാണി സാർ നേട്ടമല്ല കോട്ടമാണെന്ന് ഞാൻ പറയുന്നു. ഇൻവെർട്ടർ കോമ. 2, കേരള കോൺഗ്രസിൻ്റെ പുനരേകീകരണത്തിൽ മാണി സാറിന് പാളിച്ച പറ്റിയെന്ന് ഞാൻ പറയുന്നു. ഒരുപക്ഷെ മാണി സാർ ചിന്തിച്ചതിൻ്റെ ആ ഗുണം ആ ഏകീകരണം കൊണ്ടുണ്ടായില്ല. പ്രതികൂലമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നും ഞാൻ പറയുന്നു. മാണി സാർ എങ്ങനെ പ്രതികരിക്കും? അല്ല, അതിപ്പോൾ ഇതൊക്കെ ഓരോന്നും ഓരോ ഒപ്പീനിയൻ. ഇപ്പോൾ UDF UDFിൽ നമുക്ക് കേരള കോൺഗ്രസിൻ്റെ യോജിപ്പ്, അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല എന്ന് യോജിപ്പ് എന്ന് പറയുന്നത് മാണി സാറെ 23 സീറ്റ് കൊണ്ട് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൻ്റെ മാണിക്യമായി നിന്ന കേരള കോൺഗ്രസ് ഈ പറയുന്ന വമ്പന്മാരായിട്ടുള്ള ശ്രീ KM മാണി, ശ്രീ PJ ജോസഫ്, ഏറെക്കുറെ വമ്പനായിട്ടുള്ള PC ജോർജും കൂടെ ഒരുമിക്കുന്നു. ആൻറ്റി ഇൻകംബൻസി സിൻഡ്രം ഉണ്ട്. ഒരു സർക്കാരിനെതിരെയുള്ള യുദ്ധം നയിക്കുന്നു. 2 അക്കത്തിലേക്ക് പോലും കേരള കോൺഗ്രസിന് മാറാൻ പറ്റുന്നില്ല. 9 എന്നുള്ള ഒരു സിംഗിൾ ഡിജിറ്റിൽ വന്ന് കേരള കോൺഗ്രസ് മാറുന്നു. നഷ്ടമല്ലേ മാണി സാറ്? ലാഭനഷ്ടങ്ങൾ എപ്പോഴും നമ്മൾ നോക്കാൻ പാടില്ല. നഷ്ടം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നഷ്ടമായതുകൊണ്ട് ലാഭമല്ലാത്തതുകൊണ്ട്. ഒന്ന്, ഒരു രാഷ്ട്രീയ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം അതിന് അർഹമായ സീറ്റുകൾ കിട്ടണം. കിട്ടുന്ന സീറ്റുകൾ ജയിക്കുകയും വേണം. നമ്മളിപ്പോൾ ചിലപ്പോൾ കാറ്റ് നമുക്ക് പ്രതികൂലമാകാം, അനുകൂലമാകാം. ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റാണ്, പൊളിറ്റിക്കൽ കാറ്റാണ് അതിന്. നമ്മൾ എത്ര നല്ല കാര്യം ചെയ്താലും ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്തൊരു കാറ്റുണ്ട്. ആ കാറ്റ് വീശുമ്പോൾ പ്രതികൂലമായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സീറ്റുകളൊന്നും ജയിച്ചെന്ന് വരികയില്ല, നമ്പർ കുറവായിരിക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ സീറ്റുകൾ വിജയിച്ചെടുക്കണം. UDFിന് കൂടുതൽ സീറ്റുകൾ വിജയിക്കണം, കേരള കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ. എനിക്ക് വ്യക്തമായി എന്ന കാര്യത്തിൽ മാണി സാറ് പറഞ്ഞതിൽ നിന്ന് ഞാൻ ഇഴ തിരിക്കുകയാണെങ്കിൽ, 1, കാറ്റ് മോശമായിരുന്നു. 2, ഒരുപക്ഷെ കേരള കോൺഗ്രസിന് ഗുണകരമാകുന്ന ഒരുപാട് സീറ്റുകൾ നിഷേധിക്കപ്പെട്ടു. അതല്ലേ മാണി സാർ? എല്ലാം ഉണ്ട്. വളരെ എത്ര തന്ത്രപരമായിട്ട് മാണി സാർ പറഞ്ഞ മറുപടിയെ ഞാനൊന്ന് ഞാൻ സത്യം പറയുന്നുണ്ട്. സത്യം പറയും, പക്ഷേ അത് ആ സത്യം കണ്ടെത്തണമെങ്കിൽ എന്നെപ്പോലൊരു മാധ്യമപ്രവർത്തനം വേണം. അതിപ്പോൾ എൻ്റെ കുഴപ്പമില്ല. അതെ. അപ്പോൾ തിരിച്ചപ്പോൾ കേരള കോൺഗ്രസിന് അർഹതപ്പെട്ട സീറ്റ് കിട്ടിയിട്ടില്ല. നല്ല സീറ്റ് നിഷേധിക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ സംഭവിച്ചത്. കാറ്റ് മോശമായി. ഒരു ഘട്ടത്തിൽ കേരളത്തിലെ ഒരു പ്രധാന മതവിഭാഗത്തിൻ്റെ അവകാശിയായിരുന്ന കേരള കോൺഗ്രസിനെ മാറ്റി ഒരുപക്ഷെ തിരുവിതാംകൂറിൽ കോൺഗ്രസ് തന്നെ ആ സ്ഥാനം ഏറ്റെടുത്തതിൻ്റെ ഒരു പരിണതഫലമാണോ ഇന്ന് കേരള കോൺഗ്രസ് ഉണ്ടായിട്ടുള്ള വീഴ്ചയ്ക്ക് കാരണം? ഒരുപക്ഷെ സോണിയാഗാന്ധിയും ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ഒക്കെ ആ മറുവശത്തിരിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ കേരള കോൺഗ്രസിനെ നമ്പാൻ പോകുന്നതെന്ന് ഈ പറഞ്ഞ തിരുവിതാംകൂറിലെ ഒരു ശരാശരി ക്രിസ്ത്യാനി ചിന്തിച്ചാൽ അവരെ തെറ്റു പറയാൻ പറ്റുമോ മാണി സാറേ? ഇത് നിങ്ങളുടെ ഈ ചോദ്യമല്ല, ഞങ്ങളൊരു മതാധിഷ്ഠിത അല്ല, ഞങ്ങളൊരു വർഗരാഷ്ട്രീയ കക്ഷിയല്ല, മതാധിഷ്ഠിത രാഷ്ട്രീയ കക്ഷിയല്ല, സമുദായാധിഷ്ഠിത രാഷ്ട്രീയ കക്ഷിയല്ല. കേരള കോൺഗ്രസിൻ്റെ അധ്വാന വർഗ സിദ്ധാന്തം, പ്രത്യയശാസ്ത്രം, അഖിലേന്ത്യാ കക്ഷികൾക്ക് പോലും പ്രത്യയശാസ്ത്രമില്ല. ആ കാലത്താണ് ഒരു സംസ്ഥാന പാർട്ടിയായ കേരള കോൺഗ്രസ് വ്യക്തമായ ആ പ്രത്യയശാസ്ത്രത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും മതത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ ആ നില. സമുദായങ്ങളെ നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. സമുദായ നേതാക്കൾക്ക് ശക്തിയുണ്ട്, സ്വാധീനമുണ്ട്. പക്ഷേ നമ്മളെ സ്വാധീനമൊന്നും പറയിപ്പിക്കാൻ പാടില്ല. വ്യക്തമായി നമുക്ക് അവരുടെ സ്വാധീനവും നമുക്ക് വേണം. സാർ വളരെ വ്യക്തമായി, അതായത് നഷ്ടങ്ങളുണ്ടാകും, കോട്ടമുണ്ടാകാനുള്ള കാരണം ഇതാണ്. ഇതൊക്കെ എനിക്ക് വ്യക്തമായി. എന്താ കാരണം വെച്ചാൽ ഇനി വീണ്ടും കോട്ടമുണ്ടാകാനുള്ള സാധ്യത വരാൻ പോവുകയാണ്. അതെന്താ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അല്ല, അത് കോട്ടം വരണമെന്ന് ആര് പറഞ്ഞു? കോട്ടം വരുമെന്ന്